നമസ്കാരം. എറണാകുളം മൂവാറ്റുപുഴയിൽ 8 പേരെ കടിച്ച നായ ചത്തു. നിരവധി പേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന സംശയം ഉയർന്നതുമൂലം നിരീക്ഷണത്തിലായിരുന്നു. നഗരസഭാ കോമ്പൗണ്ടിലാണ് 10 ദിവസത്തേക്ക് നിരീക്ഷണത്തിനായി നായയെ സൂക്ഷിച്ചിരുന്നത്. ഇതിനിടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നായ ചത്തത്. നായയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും തൃശൂർ വെറ്റിനറി മെഡിക്കൽ കോളേജിൽ വിശദമായ പരിശോധനകൾക്കും ശേഷമേ നായയുടെ പേവിഷബാധ സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ. വ്യാഴാഴ്ച രാവിലെ നഗരത്തിലെ തൃക്ക, ആസാദ് റോഡ്, കടവുംപാടം, പുളിഞ്ചുവിട് എന്നിവിടങ്ങളിൽ നായയുടെ ആക്രമണമുണ്ടാവുകയായിരുന്നു. മദ്രസയിൽ പോയി വരികയായിരുന്ന കടവുംപാടം തേലക്കൽ യഹിയ ഖാന്റെ മകൾ മിൻഹ ഫാത്തിമ, കീച്ചേരിപ്പടി പനക്കൽ ഫൈസ് എന്നിവരെയാണ് നായ ആദ്യം ആക്രമിച്ചത്. പിന്നാലെ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന പുതുപ്പാടി ആര്യങ്കാല തണ്ടയിൽ രേവതിക്കും കടിയേറ്റു. ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈസ്റ്റ് വാഴപ്പള്ളി തേക്കനാട് അഞ്ജന രാജേഷിന് നായയുടെ ആക്രമണമുണ്ടായത്. തുടർന്ന് പുളിഞ്ചുവട് ഭാഗത്ത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന പേഴക്കാപ്പള്ളി തച്ചേത്ത് ജയകുമാറിനെയും നായ കടിച്ചു. പുളിഞ്ചുവട് പാലക്കാട്ട് പുത്തൻപുരയിൽ നിയാസിന്റെ മകൾ നിഹയെ വീടിന് സമീപത്തെ റോഡിൽ വെച്ച് നായ ആക്രമിക്കുകയായിരുന്നു. പറമ്പിൽ പണിയെടുക്കുകയായിരുന്ന അതിഥി തൊഴിലാളി കൊൽക്കത്ത സ്വദേശി അബ്ദുൾ അലിയുടെ വലതുകാലിൽ നായ കടിച്ചു. ഇതുകൂടാതെ നായ ആടിനെയും പശുവിനെയും ആക്രമിച്ചിരുന്നു. കടിയേറ്റവർക്ക് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ നൽകിയിരുന്നു. ആരോഗ്യ വിഭാഗം പരിക്കേറ്റവരിൽ നിന്ന് വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് പേരാമ്പ്രയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ നേരത്തെ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇന്നലെയായിരുന്നു സംഭവം. പേരാമ്പ്ര വടകര റോഡ് ജംഗ്ഷനിലും സുരഭി റോഡിന്റെ സമീപത്തും വെച്ചാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. പേരാമ്പ്ര പാറേന്റെ മീത്തേൽ രാജൻ, കിഴക്കൻ പേരാമ്പ്ര കണ്ണോത്ത് അശോകൻ, ആവള നെല്ലിയുള്ളപ്പറമ്പിൽ പാർത്ഥിവ്, പൈതോത്ത് കാപ്പുമ്മൽ കുമാരൻ, എരവട്ടൂർ പാച്ചിറവയൽ ആദർശ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പൈതോത്ത് കാപ്പുമ്മൽ കുമാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു നായ തന്നെയാണ് എല്ലാവരെയും കടിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. 2 ആഴ്ച മുൻപ് കൊച്ചി കളമശ്ശേരി നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിലും തെരുവുനായയുടെ ആക്രമണമുണ്ടായി. 2.5 വയസ്സുകാരൻ ഉൾപ്പെടെ 9 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ഗ്ലാസ് കോളനി, ചക്കിയാടം, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, സുന്ദരഗിരി, കുടിലിൽ റോഡ് എന്നീ ഭാഗങ്ങളിലാണ് 2 ആഴ്ച മുൻപ് തെരുവുനായ ആക്രമണം ഉണ്ടായത്. ഗ്ലാസ് കോളനി ഭാഗത്തെ റോഡിൽ വെച്ചാണ് അന്തർ സംസ്ഥാനക്കാരുടെ മകനായ 2.5 വയസ്സുകാരൻ ഉൾപ്പെടെ 5 പേർക്ക് കടിയേറ്റത്. വീടിന് മുന്നിലെ റോഡിൽ നിൽക്കുമ്പോഴാണ് 7 വയസ്സുകാരിക്ക് കടിയേറ്റത്. ഗ്ലാസ് കോളനിക്ക് സമീപം കടയുടെ മുന്നിൽ നിന്ന് ഒരാൾക്കും കടിയേറ്റു. കടിയേറ്റവർ കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടി. ഇതിനിടെ അപകടകാരിയെന്ന് സംശയിക്കുന്ന ഒരു നായയെ ചത്ത നിലയിൽ കളമശ്ശേരിയിൽ കണ്ടെത്തിയിരുന്നു. വിവരമറിഞ്ഞ് തൃശൂർ വെറ്റിനറി കോളേജിൽ ജീവനക്കാരെത്തി ചത്ത നായയെ പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിനായി വിപുലമായ പദ്ധതികൾ കളമശ്ശേരി നഗരസഭ പ്രഖ്യാപിക്കുന്നതല്ലാതെ ഒന്നും നടപ്പായില്ല എന്നും പരാതിയുണ്ട്. അതിനാൽ പലയിടങ്ങളിലും മാലിന്യം തള്ളുന്നത് തുടരുകയാണ്. ഇത് തെരുവുനായ്ക്കൾ വിഹരിക്കാൻ വഴിവെച്ചിരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി.